ഹായ് ഫ്രണ്ട്സ് ടൂറിട്ട് ജേഹപ്പ് ഗേൾ ഫ്രണ്ട് തന്നെ കരയായിരുന്നു ദിയ. അങ്ങനെ പൂജ സമാധാനമാക്കായിരുന്നു. നിനക്ക് പ്രശ്നം മാത്രമല്ലടി, എൻ്റേത് ഹസ്ബൻഡ് ബേബി കിട്ടിയില്ല, എനിക്ക് ഹസ്ബൻഡ് മാറിയായില്ലടി. അത് ജിമ്മിനിക്ക് റെഡ് ഗേൾ ഫ്രണ്ട് പറയാം, ഒരു അങ്ങോട്ട് ഗേൾ ഫ്രണ്ട് ഇങ്ങോട്ട് ഗേൾ ഫ്രണ്ട് എനിക്ക് അതുപോലടി മച്ചി റിങ്. നിനക്കൊരു ന്യൂസ് അറിയായിരുന്നു. അങ്ങനെ രണ്ടുപേരും സംസാരിക്കായിരുന്നു. ദിയ പറയായിരുന്നു, ദിയനോട് പൂജ പറയായിരുന്നു, ഞാൻ ഇന്നലെ നോക്കിയായിരുന്നു മച്ചി, ജേഹപ്പുക്ക് എൻഗേജ്മെൻറ്റ് നടക്കാൻ പോകുന്നു പറഞ്ഞ. എടി മച്ചി, ഇന്ന് തന്നെ നോക്കുമായിരുന്നു രാവിലെ ജിമ്മിനിക്കും എൻഗേജ്മെൻ്റ് ആകാൻ പോകുന്നു. ഇത് കേട്ട് രണ്ടുപേർക്ക് ഷോക്കായിരുന്നു, രണ്ടുപേർക്ക് ടെൻഷനായിരുന്നു. എന്താ എൻഗേജ്മെൻറ്റാ? അതെങ്ങനെ നടത്തും മച്ചി, ഞങ്ങളെ വിട്ടുകൂടി എന്ന് രണ്ടുപേരും ഓയക്കൊണ്ട് പറയായിരുന്നു. ഇത് വെച്ച ശരിയാവില്ല, രണ്ടുപേരും ഓർക്കാനെ എന്ത് ചെയ്യാം തടിയാന് മച്ചി. നമുക്ക് ബേബീസ് മതി, അവരുടെ നേരിൽ ടച്ചിങ് ചെയ്യാൻ പറ്റില്ലല്ലേ, കാണാൻ പറ്റില്ലല്ലേടി, സാറില്ലടി, നമുക്ക് നമ്മളെ ബേബീസ് മതി എന്ന് പറഞ്ഞ് തീയെ സമാധാനമാക്കായിരുന്നു. രണ്ടുപേർക്ക് മനസ്സിലുള്ള കൊടുപ്പായിരുന്നു. അവർ രണ്ടുപേരും ബേബീസ് ഉണ്ട്, അതുമാത്രമല്ല നിങ്ങൾ എൻഗേജ്മെൻറ്റ് ചെയ്യുമോ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൊലക ഉണ്ടായിരുന്നു മച്ചി. ഞങ്ങൾ ഡ്രിങ്ക് ചെയ്യുന്ന പറയാം, അവർ ഡ്രിങ്ക് ചെയ്തിരുന്ന ഇല്ലേന്ന് നമുക്ക് കൂടി അറിയുക എന്ന് പറഞ്ഞായിരുന്നു. അവർക്ക് നമ്മൾ അറിയൂടി എന്ന് പറയായിരുന്നു രണ്ടുപേരും. അതിനായിട്ട് അതെ, അവർക്ക് രണ്ടുപേർക്ക് അറിയില്ലായിരുന്നു. അതെ, ജിമ്മിനും ഇന്ത്യക്കും ജയഹോപ്പ് ഇന്ത്യക്ക് വന്ന കാര്യം, BTS 7 മെമ്പേഴ്സ് അവർ ഇന്ത്യക്ക് വന്ന കാര്യം ഹീറോയ്ക്കും കൂടി അറിയില്ലായിരുന്നു. അങ്ങനെ ഹീറോയി പറയായിരുന്നു, മച്ചി അതെ അവർ മുംബൈക്ക് വന്നതായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട് പറയായിരുന്നു, മച്ചി നമുക്ക് മുംബൈക്ക് പോവാം എന്ന് പറയുന്നു. ഹീറോയ്ക്ക് കുറച്ച് വീട് സമാധാനമാകാൻ വേണ്ടിയിട്ട് മുംബൈക്കാ, അത് എന്തിനാ മച്ചി പറയുന്നു. മറന്നു ദിയ പറയുന്നു, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മുംബൈയിലെ ഒരു ഫ്രണ്ട് ഉണ്ട് എനിക്ക് എന്ന് പറയുന്നു. മുംബൈയിലെ ഫ്രണ്ടാ? എടി മച്ചി മറന്നുപോയ മുംബൈ ചേച്ചി എന്താ പറയാ, അതെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, അത് മാത്രമല്ല എൻ്റെ ചേട്ടനും കൂടെ പഠിച്ചതാ എന്നത് പറയായിരുന്നു. ഫ്രണ്ടാ, അവൾക്ക് മാരേജാ, നമ്മ പോവാൻ ചേട്ടനും കൂടെ വരാൻ പോകുന്നു പറഞ്ഞ്. പൂജ ശരി ഓക്കെ പറഞ്ഞു. അവരുടെ എല്ലാവരും മുംബൈക്ക് വരുന്നു. അതേമാതിരി BTS മെമ്പർ മുംബൈയിൽ അത് അവിടെ ഉണ്ടായിരുന്നു. യഥാർത്ഥ രണ്ടുപേരും മുംബൈയിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാരേജ് ഗിഫ്റ്റ് അത് ഇത് ഷോപ്പിംഗ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ജങ്കുക്കുവി യഥാർത്ഥ ഹീറോയിനെ നോക്കി, അതുമാത്രമല്ല അവരെല്ലാം നോക്കുമായിരുന്നു. ജങ്കുക്ക് പറയായിരുന്നു, വാവ് ഇത് ക്യൂട്ടായിട്ടുണ്ടല്ലേ. ജങ്കുക്ക് പറയായിരുന്നു. വി പറയുന്നു, ആ കുട്ടി നല്ല ഉണ്ട്. രണ്ടുപേരും പറയായിരുന്നു. ജയഹോപ്പ് നോക്കായിരുന്നു. ജങ്കുക്ക് നീ ആരെ നോക്ക, അങ്ങോട്ട് ഹോബി നോക്ക് ക്യൂട്ടായിട്ടുണ്ടല്ലേ എന്ന്. ജങ്കുക്ക് നോക്കുന്നവിടെ ഹോബി നോക്കായിരുന്നു. ഹോബിക്ക് കണ്ണ് പുറത്തായി. ജങ്കുക്ക് തലക്കൊരു കുത്തുവെത്തി. എന്താടാ നീ അങ്ങോട്ട് നോക്കങ്ങല്ല, എന്താ എന്നെ നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ജയഹോപ്പ് ഓടിപ്പോയിരുന്നു. ജങ്കു കൺഫ്യൂസ് ആയിരുന്നു. അങ്ങനെ വീൻ ചൊല്ലിവിടുമായിരുന്നു. അപ്പോൾ ജിമ്മിൻ വന്ന എന്താടാന്ന് അങ്ങോട്ട് നോക്കുമെന്ന് പറഞ്ഞു. ജിമ്മിൻ നോക്ക്, ജിമ്മിന് ഷോക്കായി. നീ അങ്ങോട്ട് നോക്കാങ്ങല്ല, ജിമ്മിൻ ഓടിപ്പോയിരുന്നു. രണ്ടുപേർക്ക് എന്താടാ പറ്റിയെന്ന് പറയുന്നത്. രണ്ടുപേരും ഷോപ്പിംഗ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ കാറിൽ ബേബീസ് ഇറങ്ങി വന്നു. മമ്മി എന്ന് പറഞ്ഞു ഓടി വന്ന് രണ്ടുപേരെ ഹാക്ക് ചെയ്ത്. രണ്ടുപേർക്ക് ഷാക്കായിരുന്നു. ഷാക്ക് ചെന്ന് ഷോക്ക് ഉച്ചത്തിൽ ഷാക്കായി പോയിരുന്നു. അതെ, ബേബീസ് മാസ്ക് ഇട്ടായിരുന്നു. രണ്ടുപേരും ബേബീസ് വന്ന് ഹാക്ക് ചെയ്ത്. മമ്മി എന്താ ചെയ്യുന്നത്, വാ മമ്മി എന്ന് പറയായിരുന്നു. ജിമ്മിൻ കുറുകുറു നോക്കായിരുന്നു. ബേബിനെ കാണാൻ പറ്റില്ല. മമ്മിയാ, അതെങ്ങനെ ബേബി? ജമ്മിന് ഓർക്കായിരുന്നു. ഒരു വലിയ എൻ്റേതാണോ എന്ന് ജിമ്മിന് ഓർക്കായിരുന്നു. ബേബിന്നിരിക്കായിരുന്നു. ഒരു വലിയ കല്യാണം കഴിഞ്ഞോ അങ്ങനെയായിരുന്നു. ബേബീസ് അങ്ങനെ ഹീറോയി പറഞ്ഞു, ബേബീസ് വന്ന് ബാത്റൂം വരുന്നെന്ന് റെസ്റ്റ് ഹൗസ്, ബോയ്സ് റെസ്റ്റ് ഹൗസ്. അവിടെ ഒരു അങ്കിള്, അതെ ഹീറോയിൻ്റെ ചേട്ടനെ വിളിച്ചുകൊണ്ട് പോയിരുന്നു റെസ്റ്റ് ഹൗസിലേക്ക്. ഹീറോയിൻ്റെ ചേട്ടനും വന്നിരുന്നു. പിന്നെ ഹീറോയിൻ്റെ ചേച്ചി പറഞ്ഞു അവരുടെ ചേട്ടൻ അങ്ങനെ ബാത്റൂം പോയിരുന്നു. അങ്ങനെ ബേബീസ് മാസ്ക് കുറയായിരുന്നു. രണ്ടുപേർ വന്ന് ബേബീസ് നോക്കി ഷോക്കായിരുന്നു. ഹോബിനെ നോക്കി ഹോബി ഷോക്ക്, ജിമ്മിന് ഷോക്കായിരുന്നു. അങ്ങനെ ബേബീസിനോട് ബാത്റൂം പോയിട്ട് പറയുന്നു. രണ്ടുപേരും വലിയ ബേബീസ് വലിയ വന്ന് നോക്കിയായിരുന്നു. അവർ രണ്ടുപേരും ശ്രദ്ധിക്കായിരുന്നു. ബേബി മെസ്ക് ഇടാതെ പോയി ഹാക്ക് ചെയ്തായിരുന്നു. ജിമ്മിന് ഒരു സ്നക്ക് ചെയ്തിരുന്നു. അത് മാത്രമേ ഹോബി ഓഹോ ബേബി എൻ്റെതാ സമാധാനമായി എന്ന് പറയുന്നു. ജിമ്മിന് ഹീറോയിന് കുറു നോക്കായിരുന്നു. ഹീറോ ഫോട്ടോത്തിൽ പറഞ്ഞാൽ മതി അതേ കളർ സാരിയാണ് ഉടുത്തത്. അതുകൊണ്ട് ഹീറോ പറയുന്നു അങ്ങനെ ഉടുത്തായിരുന്നു. അതേമാതിരി കുറച്ച് കളർ അതേമാതിരി പിന്നെ ഒരു പിങ്ക് കളർ, ആ കളർ സാരി കുറച്ച് പിങ്ക് അങ്ങനെയായിട്ട് സാരി എടുത്തായിരുന്നു. അങ്ങനെ അവരൊന്ന് സംസാരിക്കുന്നത്, അതിലൊരു ചെക്കൻ ഹീറോയിൻ്റെ കൂടെ സംസാരിക്കുക. ജിമ്മിന് മറിഞ്ഞിട്ടെല്ലാം നോക്കുമായിരുന്നു. അത് വെളിയിലിരുന്ന് സംസാരിക്കുമായിരുന്നു. ആ ചെക്കൻ ഭയങ്കര വലിയാൻ തുടങ്ങി. ഹീറോയി കണ്ണുകാതെ പോകാൻ തുടങ്ങി. ജിമ്മിനിക്ക് ടെൻഷനാകാൻ തുടങ്ങി. എന്താ ഇവനൊക്കെ ഒന്ന് കണ്ണും കാണുന്നില്ല, ജിമ്മിന് മോർക്കായിരുന്നു. അങ്ങനെ ഒരു മാരേജ് അത് ഇതെല്ലാം കഴിഞ്ഞായിരുന്നു പാർട്ടി. ഹീറോ വെളിയിൽ വന്നായിരുന്നു. അങ്ങനെ ഒരു ഹോട്ട് ജ്യൂസ് കുടിക്കാമെന്ന് പറയായിരുന്നു. അങ്ങനെയായിട്ട് ബ്ലാക്ക് കാർ വന്നായിരുന്നു. ഹീറോയിന് ചേട്ടനും അറിയില്ല.
ഇല്ലടാ ഞങ്ങൾ ഇത് സംസാരിച്ചാറ് കഴിക്കായിരുന്നു. കഴിച്ചിട്ട് അവർ വെളിയിൽ വരുമ്പോൾ ഒരു ബ്ലാക്ക് കാർ വന്നത്, 2 ബോയ്സ് അതിൽ ഇറങ്ങി വന്നായിരുന്നു. ഇറങ്ങി വന്ന് ഹീറോയിൻ്റെ അടുത്ത് നിന്ന് ഹീറോയിൻ്റെ കൈ പിടിച്ചായിരുന്നു. രണ്ടുപേരെ കൈ പിടിച്ചായിരുന്നു. ഹീറോയിൻ ചേട്ടാ ആരാണ് കേൾക്കായിരുന്നു. ആ പിന്നെ ബോഡി ഗാർഡ് ഇവരെ പിടിച്ച് അകത്തിടുമെന്ന് പറഞ്ഞു. അതിനായിട്ട് അവർ വീട്ടിൽ പേടിച്ച് അവർ മൊത്തം വൈകിയായിരുന്നു. മാമി എന്നെ ആരാണ് പിടിച്ചാണ് ബേബീസ് വായി കഴിച്ച് എടുത്തോണ്ട് പോയിരുന്നു. ആരും ഇല്ലായിരുന്നു. എല്ലാം വാങ്ങിയിരുന്നു. ബേബീസ് എല്ലാം അയക്കായിരുന്നു. അപ്പോൾ ബേബീസിനെ ഫസ്റ്റ് മാസ്ക് കുറി ബേബീനെ കണ്ടു നോക്കായിരുന്നു. നീ എന്നാ എന്നെ മതി ഉണ്ട് എന്ന് ഹോബിക്ക് ഒന്നും മനസ്സിലാണ്. ഇവൻ എന്താ സംസാരിക്കണേ? ബേബി ഞാൻ എൻ്റെ ഡാഡി എന്ന് പറയായിരുന്നു. ബേബീസ് കൺഫ്യൂസായി. ഡാഡിയാ നീ എന്നെ കാണും മതി ഉണ്ടല്ലോ. ബേബീസ് വായ മൂടിയ ജിമ്മിന് ബേബി കുത്തു ജിമ്മിന് ഞാനിതാ ഡാഡി റാ എന്ന് പറയാം. വായ മൂടിയായിരുന്നു. എന്നിട്ടാ എന്നെ മാറി ഉറച്ച് വെച്ചതല്ലോ പറയുന്നു. ജിമ്മിന് നോക്കായിരുന്നു. അങ്ങനെയായിട്ട് അവർ ഹോട്ടൽ കൊണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടുവന്നായിരുന്നു. ബാക്കിയവരെല്ലാം അവിടെ ജിമ്മിന് അവിടെ ബോഡി ഗാർഡെല്ലാം കൺഫ്യൂസ് ആയിരുന്നു. ബാക്കിയവർ ആറുമ്പോൾ ഷോക്കായിരുന്നു. ജിമ്മിന് ആരടാ? എൻ്റെ വൈഫ്. ഹോബിനെ കണ്ട് കേൾക്കായിരുന്നു. ഇത് എൻ്റെ വൈഫ്. ഇവർക്ക് എപ്പോഴാ മംഗളി കഴിഞ്ഞാൽ 6 മിനിറ്റാ? എന്താണ് എന്നെ കാട്ടി മുമ്പ് പോയി കല്യാണം കഴിച്ചതാ എന്നൊരു ഷാക്കായിരുന്നു. ബേബീസ് എല്ലാം എൻ്റെതായിരുന്നു. 2 ബേബീസ് നോക്കാൻ ഷോക്കായിരുന്നു. എന്തിടാ ഉറച്ച് വെച്ചിട്ടല്ലോ എന്ന് വെറുതെയായിരുന്നു. അങ്ങനെയായിട്ട് ബേബീസ് ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഹീറോയി കണ്ണ് തുറന്നാണ്. ഇവിടെ ഉള്ളത് നോക്കുമ്പോൾ 2 ഹീറോയിസ്. അതെ ഫസ്റ്റ് ദിയാണ് ചേർന്ന് നോക്കുമ്പോൾ ജയഹോപ്പനെ കാണും. ഷോക്കായിരുന്നു. ജയഹോപ്പനെ മടിയിൽ കിടാവുണ്ട്. ജയഹോപ്പ് ജയഹോപ്പ് തന്നെ ബേബി എന്ന് പറഞ്ഞ് അടുത്ത് പോയതോ ജയഹോ പറഞ്ഞ. ഓക്കേ ഞാൻ നോക്കുമ്പോൾ നീല എടുക്ക പോയത് അത് പറയാമല്ലോ. ജയഹോ പറയാൻ തുടങ്ങി. അങ്ങനെ മാരേജ് കഴിക്കാതെ ചോറ് ചോദിച്ചത്. ജയഹോട് ഷോക്കായിരുന്നു. നിനക്കുള്ള ഗേൾഫ്രണ്ട് പോടാ, ഞാൻ നിൻ്റെ മാരേജ് കഴിക്കില്ല. ബേബിന് ജയഹോ കുത്തിട്ട് ഒരു മൂക്ക് കുത്തി വെച്ച് ബേബിൻ്റെ അടുത്ത് ഒറ്റ ഓടിപ്പോയി. ജയഹോ നിൽക്കേ ഇല്ലപ്പം അത് ജിമ്മി ഹീറോയി കണ്ടു തരുമോ? ജിമ്മിനെ നോക്ക് മുറക്കായിരുന്നു. നിനക്കല്ലടാ നിറയെ ഗേൾഫ്രണ്ട് ഉണ്ടോ? നിനക്ക് എൻഗേജ്മെൻറ്റുമായിരുന്നു മാരേജ്. എന്നെ ബേബിനെ ചിന്താക്കണം പോടാ നീ എന്ന്. ജിമ്മിൻ നിൽക്കടാ. ജിമ്മിൻ്റെ അടുത്ത് വരും. ജിമ്മിൻ കണ്ണ് കിസ് അടിക്കും മാറി വന്നു. ജിമ്മിൻ കണ്ണ് ചുമ്മി. കിസ് എന്ന് കിട്ടോ എന്ന് പറഞ്ഞ് ജിമ്മിക്ക് വായ്ക്കൊരു കുത്തി അവിടെ നിന്ന് ഓടിപ്പോയായിരുന്നു. ജിമ്മിൻ നിൽക്കടേ ഓടുന്നു.